പൊതുമരാമത്ത് വകുപ്പിലെ അനധികൃത പെൻഷൻ കൈപ്പറ്റലിൽ കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ നടപടി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 31 പേരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. അനധികൃതമായി ഇവർ പെൻഷൻ പറ്റിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. വിവരങ്ങളുമായി നിർപ്പൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. നിർപ്പൻ, ഓരോ വകുപ്പിലും ഇത്തരത്തിൽ നടപടിയെടുത്തു വരികയാണ്. പൊതുമരാമത്ത് വകുപ്പിൽ ഇന്ന് 31 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, സാധാരണപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ തട്ടിയെടുത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ സമാനമായി ഇങ്ങനെ അനധികൃതമായി പെൻഷൻ പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വകുപ്പ് തലത്തിൽ ഓരോ വകുപ്പും പരിശോധന നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പിൽ 31 ജീവനക്കാർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന വ്യക്തമായ റിപ്പോർട്ട് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കർശനമായ നിർദ്ദേശത്തെ തുടർന്ന് 31 ജീവനക്കാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. PWD ചീഫ് എഞ്ചിനീയറാണ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. 47 ജീവനക്കാർ കൂടി അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയതായി വകുപ്പ് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇവരിൽ 15 ജീവനക്കാർ പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ചെയ്യുന്നവരല്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഇതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നതാണ് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച പരിശോധനകൾക്ക് നിർദ്ദേശം ധനവകുപ്പ് കണ്ടെത്തിയപ്പോൾ തന്നെ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആ സംബന്ധിച്ച് ഈ ജീവനക്കാർക്ക് എന്തെങ്കിലും പിഴവ് സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടെങ്കിൽ അതുകൂടി തേടിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വ്യക്തമായി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കർശനമായ നടപടിയെടുത്തിട്ടുള്ളത്. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തോടെയാണ് ഇപ്പോൾ 31 ജീവനക്കാർക്കെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. അജിംഷാദ്. ശരി നിർപ്പൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.